ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാത്തവർക്കുമായി ഒരു പ്രണയദിനം കടന്നു വരികയാണല്ലേ. നാളെയാണ് വാലൻറ്റൈൻസ് ഡേ. എന്താണ് പ്രണയം? പ്രണയം എന്ന് പറയുന്നത് മനസ്സുകൾ തമ്മിലുള്ള ഒരു പരിശുദ്ധമായ സ്നേഹമാണ് അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്ത് ചില ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഈ ദിനത്തിലാണെങ്കിൽ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് ചുവപ്പ് എന്തെങ്കിലും പൂവോ അല്ലെങ്കിൽ കാർഡൊക്കെ വാങ്ങി തൻ്റെ പ്രണയിനിക്ക് അല്ലെങ്കിൽ ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ഒരു ദിവസം അല്ലേ. എന്നാൽ പരിശുദ്ധമായ പ്രണയം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എവിടെയും കാണാറില്ല. അവിടെ എന്തെങ്കിലും ഒന്നിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമായിരിക്കും പ്രണയിക്കുന്നത് അല്ലേ. ആവശ്യം കഴിഞ്ഞാൽ പ്രണയവും തീർന്നു, എല്ലാം തീർന്നു. അന്നൊക്കെ എന്ന് പറയുന്നത് പ്രണയിക്കുന്നവരാരും സത്യം പറഞ്ഞാൽ ഒന്നിച്ചു ചേരാറില്ല. അവർ പല രീതിയിൽ പിരിയുകയാണ് പതിവ്. എന്നാൽ ഇന്നാണെങ്കിൽ 1-2 ആഴ്ച ഒരു ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒന്ന് പരിചയപ്പെടും. അതിനെ പ്രണയമായി അവർ തന്നെ തെറ്റിദ്ധരിക്കും. എന്നിട്ട് വിളിക്കുന്നവരുടെ കൂടെ പോവും. എന്നിട്ടെന്താവും? അവസാനം പെരുവഴിയിലാവും. ഇത് തന്നെ. ഇതാണോ പ്രണയം? അല്ല. പ്രണയം എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. അത് ചിന്തിക്കുക അല്ലേ. പിന്നെ പ്രണയിക്കുന്നതിന് സമയവും കാലവും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അത് യുവാവായാലും ശരി, യുവതിയായാലും ശരി, വാർദ്ധക്യത്തിലായാലും ശരി, പ്രണയിക്കുന്നതിന് വയസ്സില്ല. വിവാഹം കഴിഞ്ഞാലും പ്രണയിക്കാം. അല്ലാതെ വിവാഹത്തിന് മുമ്പ് മാത്രമേ ഞാൻ പ്രണയിക്കൂ, വിവാഹം കഴിഞ്ഞ് പ്രണയിക്കത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. വിവാഹത്തിന് ശേഷവും പ്രണയിക്കാം. കുറച്ചും കൂടെ അതാണ് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടെ നല്ലതാണ്. കാരണം നമുക്ക് ലൈസൻസോടെ പ്രണയിക്കാൻ പറ്റുന്നത് വിവാഹത്തിന് ശേഷമാണ് അല്ലേ. വിവാഹം എന്ന് പറയുന്നത് വ്യത്യസ്തമായ 2 മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ അവിടെ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നല്ലൊരു പ്രണയമാണ്. എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ പെട്ടെന്നൊരാളെ മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്, ശരിയാണ്, പാടാണെങ്കിലും നമുക്ക് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുന്നത് നമ്മുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടി, പ്രണയിക്കുന്നവരെ ചതിക്കരുത്. ദയവ് ചെയ്ത് ചതിക്കാൻ വേണ്ടി പ്രണയിക്കരുത്. നല്ലൊരു പ്രണയദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.